ഭർത്താവിന്റെ അമ്മയെ ആൻറ്റി എന്ന് വിളിച്ച പരാമർശത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ദിയ കൃഷ്ണയ്ക്ക് നേരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. ദിയയുടെ യൂട്യൂബ് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടവർ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാരണങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവർ നിരത്തുന്നുമുണ്ട്. വിമർശനങ്ങൾ കൂടുന്നതോടെ പുതിയ വ്ളോഗിന്റെ കമന്റ് ബോക്സിൽ ദിയ കൃഷ്ണ പ്രതികരണവുമായി രംഗത്തും വന്നിരുന്നു. എന്നെ പിന്തുണച്ച വ്യൂവേഴ്സിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് വ്യൂസിന് വേണ്ടി എനിക്കെതിരെ മെനഞ്ഞെടുത്ത കഥകൾ വന്നിട്ടും ഈ വർഷങ്ങൾ അത്രയും എനിക്കൊപ്പം നിന്നു. നിങ്ങളാണ് ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ ആക്റ്റീവായി നിൽക്കാനുള്ള കാരണം. റിയാക്ഷൻ വീഡിയോകൾ കണ്ട് എന്നെ ജഡ്ജ് ചെയ്ത ദുർബലരായ താൽക്കാലിക വ്യൂവേഴ്സിനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഇന്ന് തന്നെ വ്ലോഗ് കാണുന്നത് നിർത്താം. നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് അറിയിച്ച് സമയം കളയാതിരിക്കൂ. ആരും ആ കമൻറ്റ് നിങ്ങൾക്ക് പണം തരില്ല, സമയവും ഊർജവും കളയുന്നു. ഞാൻ വളരുന്നത് ഇഷ്ടപ്പെടുന്ന മൂന്നാംകിട ചാനലുകൾ നോക്കി എന്നെ ജഡ്ജ് ചെയ്യാത്തവർക്ക് ഞാൻ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നതാണ്. നാളെ മുതൽ അൺസബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇവിടേക്ക് ക്ഷണമില്ല, കമൻറ്റ് ചെയ്യാൻ പോലും. കാരണം നിങ്ങൾ ഓരോരുത്തരും ഞാൻ ബ്ലോക്ക് ചെയ്യും എന്നാണ് ദിയ കൃഷ്ണയുടെ കമൻറ്റിൽ പറയുന്നത്. ഈ കമൻറ്റിനും രൂക്ഷ വിമർശനവും ലഭിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ മാത്രമല്ല ഇന്ന് ദിയ കൃഷ്ണയുടെ വരുമാന മാർഗം ബിസിനസ്സാണ്. ലക്ഷ്യങ്ങളുടെ ബിസിനസ്സിന് നടത്തുന്ന സ്ഥാപനം ദിയയ്ക്കുന്നുണ്ട്. ഇതുകൊണ്ടായിരിക്കും ഹെയ്റ്റ് ക്യാമ്പയിൻ ദിയ കൃഷ്ണ കാര്യമാക്കാത്തതും എന്നും അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. വ്യാപക വിമർശനം വന്നിട്ടും തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ദിയ കൃഷ്ണ ഭർത്താവ് അശ്വിൻ ഗണേഷിനും ദിയ പരാമർശത്തിൽ എതിർപ്പില്ല. അതേസമയം ദിയ കൃഷ്ണ ഇനി പിന്തുണയ്ക്കാൻ പറ്റില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിമർശിക്കുന്നവർ. സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം, അല്ലാതെ തന്നെ പോലെ വഴിയിൽ പോകുന്ന എല്ലാവരെയും അമ്മ എന്ന് വിളിക്കുന്നവർക്ക് വട്ടാണെന്ന് പറയുന്ന ആണ് നിനക്കാണ് വട്ട്, ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന തരത്തിലെല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനവും ദിയ കൃഷ്ണയ്ക്ക് നേരെ ഒരുപാട് വിമർശകരും നടത്തുന്നുണ്ട്. പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാകില്ല, പ്രസവിക്കാത്തവർക്കും ചിലർ അമ്മയായിട്ടും ഒന്ന് അമ്മ എന്ന് വിളിച്ചു പോയതുണ്ട്. ഇതെല്ലാം തന്നെ മനസ്സിലാക്കണമെങ്കിൽ പൈസയുടെ അഹങ്കാരം മാറി നല്ലൊരു മനസ്സുണ്ടാവണം. നിന്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, ഇതുപോലൊരു പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നീ പറഞ്ഞത് അന്നു മുതൽ നിന്റെ വീഡിയോ കാണാൻ നിർത്തി, ഇപ്പോഴും കണ്ടിട്ടില്ല. കമൻ്റ് ഇടണമെന്ന് തോന്നി മനസ്സ് ശുദ്ധമാക്കി എങ്കിലേ വിജയമുണ്ടാകൂ എന്നതാണ് ഒരു കമൻറ്റ്. എന്നിരുന്നാലും ദിയെ വിമർശിക്കുന്നവർ ചെറിയ രൂപത്തിലൊന്നുമല്ല ചെയ്യുന്നത്. അവരുടെ സംസാരം കുറച്ചെല്ലാം തന്നെ അതിരുവിട്ട് പോകുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? നിങ്ങൾ ദിയുടെ ഭാഗത്താണോ അതോ കമൻ്റ് ഇടുന്ന ആളുകളുടെ ഭാഗത്താണോ എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. ദിയ ചെയ്തത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.